ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാദൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പാലപ്പം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ വീട്ടിലെ ചേരുവകൾ വെച്ച് ചെയ്യുമ്പോൾ പാലപ്പം അത്ര കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒട്ടുമിക്ക പേരും മിക്സ് വാങ്ങിച്ചിട്ട് ചെയ്യാറാണ് പതിവ്. ഇനി നമുക്ക് ഏതായാലും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ചുട്ടെടുക്കാൻ പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോർമൽ സൈസിലുള്ള 25 പാലപ്പമാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കഴുകി എടുത്തതിന് ശേഷം നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെച്ചേക്കാണ്. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം. കുതിർത്തെടുത്ത പച്ചരിയിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ 1 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അരി കുതിർക്കാനിടുന്ന സമയത്ത് തന്നെ ഈ ചേരുവകളൊക്കെ അരിയിലേക്ക് ചേർക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പാലപ്പത്തിൻ്റെ സ്മെല്ല് മാറാനും ടേസ്റ്റ് മാറാനും സാധ്യതയുണ്ട്. നമ്മളിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പഴകിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ പാലപ്പം പൊങ്ങി വരില്ല. ഇനി ഈ ചേരുവകളൊക്കെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് മാത്രമേ ഈ പറഞ്ഞ നാളികേരം, ചോറ്, ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. രാത്രി കുതിർക്കാനിടുന്ന സമയത്ത് അല്ലെങ്കിൽ അരി കുതിർക്കാനിടുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുത്താൽ സ്മെല്ല് മാറുന്നുള്ളത് ഉറപ്പാണ്. നല്ല പാലപ്പം കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവാണ്. അരി മിക്സിയുടെ ജാറിലിട്ടാൽ അതിൻ്റെ മുകളിൽ കുറച്ച് മാത്രം വെള്ളം ഉയർന്നു നിൽക്കുന്ന തരത്തിലാണ് നമുക്ക് വേണ്ടത്. വെള്ളം കൂടുതലായി പോയാൽ മാവ് ലൂസായി പോവും. മാവ് ലൂസായി പോയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും ചുട്ടെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏത് പാത്രത്തിലും നമുക്കിത് ഒഴിച്ചു വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് സമയം ഇത് എടുത്ത് വെക്കരുത്. അപ്പോഴും ഇതിൻ്റെ ടേസ്റ്റും സ്മെല്ലും മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തതാണ്. കറക്റ്റ് സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. നമ്മൾ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടൊക്കെ ചുട്ടെടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ലെവൽക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു 4 മണിക്കൂർ മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പുളിയൊക്കെ ഉള്ള ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതലൊക്കെ വെക്കുക. അല്ല, നമുക്ക് ആ ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ട് അധികം പുളി ഇല്ലാത്ത പാലപ്പാണ് വേണ്ടതെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു 4 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ അതാ നമ്മളെ പാലപ്പത്തിൻ്റെ മിക്സ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു കയ്യിലാണ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. മുഴുവനായിട്ട് ചുറ്റി കൊടുക്കരുത്. കുറച്ച് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഇങ്ങനെ കൂടി നിൽക്കണം. അപ്പോഴേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പാലപ്പത്തിൻ്റെ ലെവൽക്ക് കിട്ടുള്ളൂ. നമ്മൾ പാലപ്പം മിക്സ് കറക്റ്റ് അല്ല എങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരില്ല കേട്ടോ. അതിങ്ങനെ കൂടി നിൽക്കും, പിന്നെ സോഫ്റ്റും ആവില്ല. പറഞ്ഞ പക്ക അളവിലാണ് നമ്മൾ ചേരുവകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള പാലപ്പം തന്നെ കിട്ടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെയാണിത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും സ്മെല്ലൊക്കെയാണ്. പിന്നെ അധികം ഒരു പുളിയോ അല്ലെങ്കിൽ മധുരമോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അതേ അളവിൽ ചേരുവകൾ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ്. പാലപ്പത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.